ഓം നമോ നാരായണായ. ശ്രീ പത്മനാഭസ്വാമിക്ക് വേണ്ടി ദേവി ലക്ഷ്മി. എപ്പിസോഡ് 4 KL12 002627 വഴി സ്വാമി പാദത്തിൽ സമർപ്പിക്കുന്നു. ഇവിടെ പറയുന്നതനുസരിച്ച് ജീവിതം ഒന്നേ ഉള്ളൂ. അത് സുഖദുഃഖ സമ്മിശ്രമാണ്. പക്ഷേ അതിൻ്റെ അളവുകോല് പിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ നമ്മളുടെ ജീവിതം തീരുമാനിക്കണം. അല്ലെങ്കിൽ അത് പാഴായി പോകും. അല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. ഏത് ജീവിതാവസ്ഥയായാലും, അതായത് കല്യാണം, സന്യാസം, അല്ലെങ്കിൽ വേറെ ജീവിതാവസ്ഥകളൊക്കെ ഉണ്ട്. അതായത് ഈ മക്കളെ ദത്തെടുത്ത് വളർത്തുന്നവർ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അളവുകോൽ നമ്മൾ തന്നെ പിടിക്കണം. തെറ്റായ വഴിയിലേക്ക് പോകരുത് എന്നാണ് എൻ്റെ അർത്ഥം. ഏത് ജീവിതാവസ്ഥയും തിരഞ്ഞെടുക്കാം. ബ്രഹ്മചര്യം, സന്യാസം, വിവാഹം, ഏത് വേണം തിരഞ്ഞെടുക്കാം. പൂജ, ഇതൊക്കെ തിരഞ്ഞെടുക്കാം. കല്യാണം കഴിക്കാതെ സന്യാസം എടുക്കാതെ ഇരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നതനുസരിച്ച് ജീവിതം ഒരു വയ്യാവേലി ആവരുത്. അതായത് വേലി കെട്ടണം, ജീവിതത്തിന് വേലി കെട്ടണം. വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായും കെട്ടണം. മറ്റുള്ളവർ നമ്മളെ സഹായിക്കും. നമുക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കി തരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വേലി ആവരുത്. വേലിമന വേണം. വേലിമന എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വസ്തുവായാലും വേലിക്ക് മന വേണം. മനയ്ക്ക് വേലി വേണം. മന എന്ന് പറഞ്ഞാൽ വസ്തുവിന് വേലി ഉണ്ടെങ്കിൽ ആരും അധികം കയറുകയില്ല. വേലിക്കല്ല് വേണം. ഇതാണ് നമ്മുടെ അതിരെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ വെറുതെ മറ്റുള്ളവൻ്റെ പുരണ്ടത്തിൽ കയറി കളിക്കാൻ പോയാൽ ജീവിതം ഒരു ദിവസം ചാമ്പൽ കൂനയാവും. ഇപ്പം ഞാൻ പോയി വേറെ റൂമുകളിൽ ചെന്ന് അവർ ഇറിറ്റേറ്റ് ചെയ്താലുള്ള ഫലം എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി കിട്ടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത രീതി ഫോളോ ചെയ്യുന്നത് ഞാൻ ചെന്ന് തകർക്കുന്നു. ഇതൊക്കെയായിരിക്കും അവർ പറയുന്ന കംപ്ലൈൻറ്റ്. അപ്പം നമ്മൾ ഒരിടത്തും അങ്ങനെ പോകരുത്. വയ്യാവേലി ആവരുത്. വയ്യാവേലി ആയിക്കഴിഞ്ഞാൽ ദൈവങ്ങൾ ഇടപെടുകയില്ല. ആർക്കും ഒരു വയ്യാവേലി ആവരുത്. നമ്മൾ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും. ഈ വിക്സിൻ്റെ അടപ്പിന് ഞാൻ വേറൊരു വാർപ്പിൻ്റെ മൂടിയെടുത്ത് അടയ്ക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അതിൻ്റെ ഉള്ള ചെറിയ മൂടി തന്നെ വേണം. അപ്പോൾ സേഫായിട്ടിരിക്കും. അതിനെ കൊണ്ട് പ്രയോജനമുണ്ട്. ഒരു 2 മാസം, 1 മാസത്തേക്ക് പ്രയോജനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് വയ്യാവേലി ആവരുത്. അതായത് വേറെ വീടുകളിൽ പോയി നമ്മൾക്ക് പണം കിട്ടും, ആന കിട്ടും, ചേന കിട്ടും, സുന്ദരിയായിട്ടുള്ള ഭർത്താവിനെ കിട്ടും, സുന്ദരിയായിട്ടുള്ള ഭാര്യയെ കിട്ടും, മക്കളെ കിട്ടുമെന്ന് പറഞ്ഞ് ഓടരുത്. അതൊന്നും ശാന്തി നൽകുകയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും ഗോളും, അതായത് ഒരു ജീവിത ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് അവരുടേതായിട്ട് കാണും. അല്ലാതെ ഒരാളിനെ മാത്രം നമ്പി ജീവിതം ആരും എടുക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ ദൈവത്തെ നമ്പിയാൽ ദൈവം തന്നെ നമ്മൾക്ക് വിധിയാളനായിട്ടും മാതാവായും പിതാവായും നിൽക്കും. അത് കഴിഞ്ഞുള്ള ജീവിതം ദൈവം തീരുമാനിക്കും. നമ്മൾക്ക് ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമ്മൾ തീരുമാനിക്കണം ഒരു സൈഡ്. പക്ഷെ ദൈവവും തീരുമാനിക്കും. ദൈവം തീരുമാനിച്ചു കഴിയുമ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. മനുഷ്യർ പറയുന്നതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ നമുക്ക് മനസ്സിലാകും. അതായത് ഈ ലോകത്തിൽ പണ്ട് ഞാൻ ജനിക്കുന്ന സമയത്ത് ഈ ഗ്രാമങ്ങളിലെ പുഴയും ഈ ശാന്തതയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയല്ല. വെറും കള്ളം കൊണ്ടും കപടം കൊണ്ടും ബാങ്ക് ഡെപ്പോസിറ്റ് കൂട്ടുവാനും വീട്ടിൽ പാന നിറയ്ക്കുവാനും ഇരിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ പണ്ടുള്ള രീതി നമ്മൾ ഫോളോ ചെയ്ത് ബേസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബേസ് മാറില്ല. അതുപോലെ തന്നെ നമ്മൾ മക്കളെ വളർത്തണം. ബേസ് മാറുകയില്ല. ബേസ് മാറിക്കഴിഞ്ഞാൽ ജീവിതം പാഴായി പോകും. നന്മ ചെയ്തുകൊണ്ട് എങ്ങനെ വേണോ ജീവിക്കാം. അതായത് പഞ്ചാബി എൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഈ വറ്റൽ വറുത്ത് കൊടുക്കും. അതായത് അവരുടെ വറ്റൽ അവർ വാങ്ങിക്കൊണ്ടുവരും. ഈ മാർജിൻ ഫ്രീയിലെന്നേ കിട്ടുകയുള്ളൂ. അവരുടെ വറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഉരുണ്ട വറ്റലാണ്. ഒരുമാതിരി ഉരുണ്ട വറ്റലാണ്. അവർ പേര് പറയും. ആ വറ്റൽ വെച്ച് കൊടുക്കുമ്പോൾ പറയും, നാളെയും ഇങ്ങനെ തന്നെ വെച്ച് തന്നെ മമ്മ എന്ന് പറഞ്ഞാൽ നാളെയും ഇതുപോലെ നല്ല സെർവ് ചെയ്ത് കൊടുക്കണമെന്നാണ്. അവന് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കണം. അവൻ ദൂരെ നിന്ന് വന്ന് കിടക്കുന്നതാണ്. വന്നപ്പോൾ എലുമ്പനായിരുന്നു. ഇവിടുത്തെ പുട്ട് തിന്നാണ് അവൻ വലുതായത്.
ഇപ്പോഴും ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? ഇവിടുത്തെ പുട്ട് നിന്നാണ് അവൻ വലുതായത്. അവൻ്റെ അച്ഛൻ വന്നിരുന്നു 3 മാസം കാണാതിരുന്നപ്പോൾ. അവൻ്റെ അച്ഛൻ വന്നിരുന്നു പഞ്ചാബിൽ നിന്ന്. കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് പഞ്ചാബി പോലീസുമായിട്ട് വന്നു. ആധാർ കാർഡൊക്കെ ചോദിക്കുന്നു നമ്മളോട്. ഞാൻ പറഞ്ഞു അങ്ങനെയെല്ലാം അവൻ വന്നതാണ്, ഞാൻ വിളിച്ചു വരുത്തിയതല്ല. അതുകൊണ്ട് അവന് ഇത് ഏത് ജീവിത രീതിയായാലും എളിമ വേണം. എളിമ എന്ന് പറഞ്ഞാൽ താഴ്മ നിലത്തെ നീരോടുകയുള്ളൂ, അവിടെ ദൈവം തുണ ചെയ്യും എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഉന്നത സ്ഥാനങ്ങളിലിരുന്നാലും നമ്മൾ താഴ്മയായിട്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ നാളെ നമുക്ക് ജീവിതം രുചികരമായിട്ട് മാറും. അല്ല, നമ്മൾ മറ്റുള്ളവരെ കുത്തി വേദനിപ്പിച്ചാൽ അതിൻ്റെ ശാപം ഉടൻ ആ ദൈവങ്ങൾ, അവരുടെ ദേഹത്തിലുള്ള ദൈവങ്ങളും അവരുടെ കുല ദൈവങ്ങളും അവരുടെ പിൻഗാമികളും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ നിങ്ങൾക്ക് ശാപമായിട്ട് മാറും. അതുകൊണ്ട് വയ്യാവേലി ആവരുത്. വേലി മനകെട്ടി വേലിക്കല്ല് ഉറപ്പിച്ച് ജീവിതം സുരക്ഷിതമാക്കുവാൻ എല്ലാ ഭക്തജനങ്ങളോടും ദേവി ലക്ഷ്മി ഭഗവാന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. ഓം നമോ നാരായണായ.